സ്നേഹമുള്ളവരെ, 2020 ബോർഡ് പരീക്ഷകളിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ മാന്നാനം KE സ്കൂളിലെ ഏറ്റവും മിടുക്കരായ എൻ്റെ കുട്ടികളെ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ICSE സിലബസുകളിൽ പഠിച്ച് നമ്മുടെ കുട്ടികൾ ഉന്നതമായ വിജയത്തിലേക്കാണ് ഈ വർഷം കടന്നത്. കേരള സിലബസിൽ 3 കുട്ടികൾ, അഗ്നിവേശ്, വസുന്ധര, ലക്ഷ്മി സന്തോഷ്, 100% മാർക്ക് മേടിച്ചാണ് ബോർഡ് പരീക്ഷയിൽ വിജയം ഉറപ്പിച്ചത്. അതുപോലെ തന്നെ 15 കുട്ടികൾ 99% മുകളിൽ മാർക്ക് മേടിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ISE പരീക്ഷയിൽ അമയ ജുവലും ഗൗരി പ്രസാദ് 98% മാർക്ക് നേടി സ്കൂൾ ടോപ്പേഴ്സായി. ICSE പരീക്ഷയിൽ വിശ്വനാഥ് വിനോദ് 99.2% മാർക്കോടുകൂടിയാണ് സ്കൂൾ ടോപ്പറായത്. എൻട്രൻസ് പരീക്ഷകളിലും മികച്ച വിജയമാണ് മാന്നാനം KE സ്കൂൾ ഈ വർഷം കരസ്ഥമാക്കിയത്. +2 ബോർഡ് പരീക്ഷയോടൊപ്പം മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുത്ത് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയ കുട്ടികളുടെ എണ്ണത്തിൽ കേരളത്തിൽ തന്നെ മാന്നാനം KE സ്കൂൾ ഒന്നാമതാണ് എന്ന് പറയുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. IIT-യിൽ 36 കുട്ടികൾ ഈ വർഷം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ 1-1.5% ഇടയിലാണ് നമ്മുടെ IIT-യിലെ കുട്ടികൾ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് 36 കുട്ടികൾ ഈ വർഷം IIT-കളിൽ അഡ്മിഷൻ എടുത്തു എന്നുള്ളത് എത്രയോ വലിയ നേട്ടമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 51 കുട്ടികൾ ആദ്യ 1000 റാങ്കിനുള്ളിൽ ഉണ്ട് എന്നുള്ളതും വളരെ വലിയ ഒരു നേട്ടമാണ്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 10000 റാങ്കിനുള്ളിൽ മാന്നാനം KE സ്കൂളിലെ 38 കുട്ടികളുണ്ട് എന്നുള്ളതും വലിയ ഒരു വിജയമാണ്. ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവരുടെ നേട്ടം തീർച്ചയായിട്ടും ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. നിരന്തരമായ കഠിനാധ്വാനത്തോടുകൂടി നമുക്ക് വിജയങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതിൻ്റെ തെളിവാണ് ഈ വർഷത്തെ പ്രിയപ്പെട്ട കുട്ടികൾ നേടിയെടുത്ത ഈ വിജയം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥിയായ ആദിത്യ സുരേഷ് NDA-യിൽ പ്രവേശനം നേടിയിരിക്കുകയാണ്. NDA എയർഫോഴ്സിൽ 6-7 ലക്ഷം കുട്ടികൾ അപ്പിയർ ചെയ്യുന്ന പ്രവേശന പരീക്ഷയുടെ പല കടമ്പകൾ കടന്ന് ആദിത്യ സുരേഷ് NDA എയർഫോഴ്സിൽ സെലക്ഷൻ നേടിയെന്നതും വളരെ അഭിമാനകരമായ നേട്ടമാണ്. ഇതുപോലെ പലതരത്തിൽ പല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒട്ടേറെ കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഈ വർഷത്തെ +2 പൂർത്തിയാക്കി അവർ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി മാന്നാനം KE സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും പേരിൽ
പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു. Hi, I'm Aditya Suresh. I did my plus 1 and plus 2 in Kuriakose Elias English Medium School, Mananam. I'm joining the National Defense Academy or NDA, which is in Pune, Kadakwasla, as an Air Force cadet in Flying Branch. Through this video, I would like to share my experience at KE School as well as details about the selection process at NDA. NDA exam is usually conducted by UPSC or the Union Public Service Commission. They usually conduct 2 exams in a year, NDA 1 and NDA 2, which are respectively conducted at April and September months. There is a written exam which is followed by an SSB interview and then a medical examination. Approximately 3 to 4 lakh students appear for this exam each session, and there are about 390 to 415 seats per session. The written exam consists of 2 parts, paper 1 and paper 2 respectively. Paper 1 contains questions related to mathematics, and this is out of 300 marks. Paper 2 contains general ability questions. These contains questions from physics, chemistry, social science, general knowledge, English, and this is out of 600. And the total written exam marks are out of 900. Candidates are shortlisted based on a cutoff picks, which are usually in the 340s out of 900. Shortlisted candidates will have to attend the SSB interview or Service Selection Board interview, and this depends on the first choice of preference given. I had given Air Force as my first preference, so I had my SSB at 1AFSB Dehradun. SSB ഒരു 5-day procedure ആണ്. Like if you get screened in the first day, you will have to stay there for the rest of the 4 days, and you will have to go for a various number of tests, which can be varying from psychological tests to physical tests. I'll explain them in detail. So the first day consists of a screening test procedure, which is done after 2 tests, which are respectively the OIR and group discussion test. OIR consists of mental ability questions, and group discussion test is done after a picture has been perceived by the cadets, and they will have to write a story based upon it, and they will have to discuss it in groups. സ്ക്രീനിനായ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് ഒരു ഉച്ചയാകുമ്പോഴേക്കും പറയും. അപ്പോൾ അവർ ലഗേജ് എടുത്തിട്ട് നെക്സ്റ്റ് 4 ഡേയ്സിന് അവിടെ നിൽക്കേണ്ടി വരും ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ. സോ ദ സെക്കൻഡ് ഡേ വാസ് ഗ്രൗണ്ട് ടാസ്ക് ഫോർ മീ. ബേസിക്കലി ഫിസിക്കൽ ടെസ്റ്റാണ്. ഞങ്ങൾ ഗ്രൂപ്പുകളായി സ്പ്ലിറ്റ് ചെയ്യും. ഇൻ ടു ഗ്രൂപ്പ് ഓഫ് വി വർ ഇൻ ടു ഗ്രൂപ്പ് ഓഫ് 7, and we were allotted chess numbers. I was chess number 13. So there were 42 who had reported day 1, and 24 got screened in. Ground task consists of tasks which has to be done in groups. Basically physical tests are not like or obstacles cross ചെയ്യുക അതൊക്കെയാണ് ആസ് എ ഗ്രൂപ്പ്. ആൻഡ് ലേറ്റർ ഞാൻ ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ കോഴ്സും കൂടി ഉണ്ട്. അത് വെച്ചാൽ ഗ്രൂപ്പ് ആയിരിക്കില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, റോപ്പ് ക്ലൈമ്പിങ്ങും എല്ലാം ഉണ്ടാവും. Then day 3 was interview for me, where there would be an interviewer. He would ask us a variety of questions which can be personal as well as general knowledge question. Basically checking our officer like qualities and how we respond and react to certain questions. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പതറാണ്ട് ഉത്തരം പറയുന്നുണ്ടോ, കയ്യും കാലും വരച്ചിട്ടാണ് ഉത്തരം പറയുന്നത്, അതൊക്കെയാണ് അവർ നോക്കുന്നത് ബേസിക്കലി. ഈ 4 ദിവസം ഞങ്ങൾക്ക് ഉച്ചയിലായിരുന്നു ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ടുണ്ട്. സോ ഐ കുഡ് വിസിറ്റ് ലോട്ട് ഓഫ് ടെമ്പിൾസ് ദെയർ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ആൻഡ് many other places. It was a really good experience there. And next day we had conference. That is, they basically declare the results after we do a conference. Conference is generally a meeting with the entire board of selection officers. So we have the selection board president and many other group captains and wing commanders, and basically they are all psychologists, and they just have a common meeting with us, and the result is declared after the conference is done. So I did my conference and I was waiting for the result, and they declared the result within 10 to 15 minutes, and 10 out of the 24 who were screened in got recommended from 1AFSB Dehradun, and we were asked to go for medicals. There was also one more procedure. As I got selected from Air Force Selection Board, I had to go for another test. This is called CPSS, Computerized Pilot Selection System. It's a once in a lifetime exam. If you pass this once, then you don't have to write this exam again. You'll be taken in as qualified for flying. But in case you fail this test, you can't appear for this exam again. So never again in your life. അതാണ് ഇതിൻ്റെ പ്രത്യേകത. So
I did that test, and out of the 10 who got recommended from ISSB, 5 could clear CPSS. I was one among them, so I was declared fit for flying, qualified for flying. Now I had to go for my medicals. And medicals ആദ്യം വെച്ചെന്നാൽ AFCEME ഡൽഹിയിലായിരുന്നു ബൈ എൻഡ് ഓഫ് മാർച്ച്. ബട്ട് കോവിഡ് കാരണം അത് നീട്ടി വെച്ചു. ബൈ ജൂൺ 30th it was rescheduled, and it was in IAM Bangalore, Institute of Aerospace Medicine Bangalore. It was a 2-day procedure. I had Air Force level medicals, and after 2 days they declared my results and I was declared fit, and I had to wait for my final merit list. The merit list is prepared out of the SSB marks as well as our written exam in the beginning. So they club it out of 900 plus 900 out of 1800, and they prepare merit list. The merit list got released by September mid, and I secured an All India rank of 406, and the service allotted to me was Air Force. It was a really great experience while going through the selection process. I'm greatly thankful to everyone who had been supporting me during this entire selection process, especially my parents. അവരെൻ്റെ ഒപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് ഓൾ ദ വേ ഫ്രം ഡെറാഡൂൺ ടു ബാംഗ്ലൂർ ദേ ഹാഡ് ബീൻ വിത്ത് മീ. I would also like to thank our principal, Father James Mullasheri, my class teacher, wardens at hostel, as well as my dear friends. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. മുല്ലശ്ശേരി അച്ഛനാണെങ്കിൽ രാവിലെ ഓടാൻ പെർമിഷൻ തന്നു, and he told me I could do exercise anytime I wanted, and no one's gonna restrict me from doing that. Teachers ആണെങ്കിൽ, especially my class teacher, Shabira ma'am, നല്ല സപ്പോർട്ടായിരുന്നു മിസ്, ബിക്കോസ് we had our lab practicals and records which had to be submitted by January, February. So ഞാൻ interview most of the procedures ആ സമയമായിരുന്നു. So I was lagging all these behind. So she had taken extra time to take care of it, and she made sure that I didn't lag behind everyone, and I completed everything equally with others. And friends back at hostel, അവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നു. So this was my experience while going through the entire selection process. Hope it has been an informative session for you, because സൗത്ത് ഇന്ത്യയിൽ കുറേ പേർക്ക് NDA കുറിച്ച് അത്ര ധാരണ ഇല്ല. ബിക്കോസ് when I had my SSB at Dehradun, I was the only guy from Kerala. There were 3 other guys from Tamil Nadu, but still guys coming from south were really low. So I just wanted this to be an informative session, and so that more people get to know about this exam. Hope you had a great time listening to this video. Have a nice day. Thank you.